ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വിസ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് സ്വിസ് റോളാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ സ്വിസ് റോൾ തയ്യാറാക്കാൻ വേണ്ട പൊടി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അരക്കപ്പിലുള്ള മെഷർമെൻറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അരക്കപ്പിലോട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള സ്പേസ് നമുക്ക് മൈദ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ അരക്കപ്പ് ഫ്ലോർ നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ പൊടികളൊക്കെ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 2 പ്രാവശ്യം കൂടെ അരിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതിവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്താൽ പിന്നെ കൂടുതലായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലോർ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബീറ്റർ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. മുട്ട പൊങ്ങി വന്നതൊന്നും താഴ്ന്നു പോവാത്ത രീതിയിൽ വേണം ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ സ്പാറ്റിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് ബാറ്റർ ഇവിടെ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ കൺവെൻഷൻ ഓവനിൽ 10 മിനിറ്റ് ഓവന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 15 മിനിറ്റാണ് കേട്ടോ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. വളരെ തിന്നായിട്ടാണല്ലോ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നുകിൽ സ്ക്വയറിലായിട്ടുള്ളതോ അല്ലെങ്കിൽ ട്രയാങ്കിളിലുള്ള ട്രേ ഒക്കെ ഉണ്ടെങ്കിൽ അതിലായിരിക്കും നല്ലത്. ഞാനിപ്പോൾ റൗണ്ട് ആയിട്ടുള്ള ഒരു ട്രേയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുറേ മുന്നേ ഓവനില്ലാതെ സ്വിസ് റോൾ തയ്യാറാക്കുന്നതും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വലിയ ഫ്രൈ പാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വെച്ചിട്ടൊക്കെ സ്വിസ് റോൾ റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്വിസ് റോൾ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി മാവ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു സ്വിസ് റോളിനുള്ള കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഞാൻ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ മാറ്റാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം പിന്നെ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് ഞാൻ വേറൊരു ബട്ടർ പേപ്പറിൽ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്, നമുക്ക് റോൾ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് ക്രീമാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രീം കൊടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗത്തും ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ റോൾ ചെയ്തെടുക്കാം. ഇതുപോലെയാണ് കേട്ടോ റോൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ബട്ടർ പേപ്പർ തന്നെ പിടിച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ട് പിന്നെ ആ ഒരു ഭാഗത്തുള്ള ബട്ടർ പേപ്പർ ഇതുപോലെ മാറ്റിയാൽ മതി. റോൾ ചെയ്യുന്നതിനനുസരിച്ച് ബട്ടർ പേപ്പർ ബാക്കിലോട്ട് മാറ്റി കൊടുക്കുക. ഇതുപോലെ റോൾ ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഈ ഒരു ബട്ടർ പേപ്പറിൽ തന്നെ ചുരുട്ടിയിട്ട് പിന്നെ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം.
അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ അതാ നമ്മുടെ സ്വിസ് റോൾ ഇവിടെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീസറിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് റൗണ്ടിലായതുകൊണ്ട് നമുക്ക് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാലുള്ളൂ ഇതിന് ശരിക്കും ആ ഒരു റൗണ്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ട്രയാങ്കിളിലുള്ള ട്രേ ഒക്കെ ആണെങ്കിൽ നമുക്ക് ശരിക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റിയാണ്. ഇനി നമുക്കിത് റൗണ്ടിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ കേക്കൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഈ സ്വിസ് റോള്. അപ്പോൾ ഓവനിലും ഓവനില്ലാതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഓവനില്ലാതെ നമുക്ക് ഫ്രൈ പാനിലും ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്വിസ് റോൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഓവനിൽ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്കൊരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. Thank you.